നമസ്കാരം. EV ചാർജിംഗ് സ്റ്റേഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലെ കല്ലേക്കാട് എന്നുള്ള സ്ഥലത്താണ്. പാലക്കാട് പൊന്നാനി സ്റ്റേറ്റ് ഹൈവേയുടെ ഏറ്റവും അടുത്ത് പോലീസ് ക്യാമ്പിന്റെ അടുത്താണ് ഈ ചാർജിംഗ് സ്റ്റേഷൻ ഇലക്ട്രിക്ക ചാർജിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് 60 kW അപ്ഗ്രേഡഡ് 120 kW ആയിട്ടുള്ള ചാർജിംഗ് സ്റ്റേഷനാണ്. ഇതിൻ്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് അതിൻ്റെ പാർട്ട്നേഴ്സ് പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അവരുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയാനുള്ളത് നമുക്ക് എന്തായാലും കേട്ടിട്ട് തിരിച്ചു വരാം. ഹായ്, എൻ്റെ പേര് സജിത് മോഹൻ. എൻ്റെ സ്വദേശം പാലക്കാടാണ്. ഞാൻ ഇൻഫിനിറ്റി എനർജി ആൻഡ് ഇൻഫ്ര LLPയുടെ ഒരു ഫൗണ്ടിങ് പാർട്ട്ണറാണ്. എൻ്റെ പാർട്ട്ണറുടെ പേര് അരുൺ രാധാകൃഷ്ണൻ എന്നാണ്. അരുൺ രാധാകൃഷ്ണൻ ദോഹയിലാണ്. ഇവിടെ അരുൺ രാധാകൃഷ്ണൻ്റെ ഫാദർ മിസ്റ്റർ രാധാകൃഷ്ണനും ഉണ്ട് എൻ്റെ കൂടെ. ഇത് ഞങ്ങൾ ഇലക്ട്രിക്ക എന്ന് പറഞ്ഞ ചാർജിങ് സ്റ്റേഷൻ നടത്തുന്നത് ഇൻഫിനിറ്റി LLP ആണ്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഒരു വെഞ്ചറാണ്. പ്രൈമറി ഞങ്ങളെ ഓൺ പ്രൊഫഷൻ പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം എ ചാർജിങ് സ്റ്റേഷൻ, ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സ്റ്റേഷൻ. ഞങ്ങൾ സ്വന്തമായിട്ട് ഒരു വെഞ്ചർ വേണം, ഔട്ട്സൈഡ് ജോബ്സ് എന്നുള്ള ചിന്തിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. അതും ഞങ്ങളുടെ നാട്ടിൽ തന്നെ. അപ്പോൾ ഇങ്ങനൊരു ഫെസിലിറ്റി ഞങ്ങൾക്കുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ EV ചാർജിങ് സ്റ്റേഷനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത്. കുറച്ച് റിസർച്ച് ചെയ്തു, ഒരു 6-8 മാസം. പിന്നെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അനേർട്ട് അല്ലെങ്കിൽ KSEB ഇങ്ങനത്തെ അതോറിറ്റീസിൻ്റെ ഒന്നും. പിന്നെ ത്രൂ അനേർട്ട് ഞങ്ങൾ കൊളംബിയ ലാബ്സിനായിട്ട് പരിചയപ്പെട്ടു. കൊളംബിയ ലാബ്സ് ഞങ്ങളതിന് റിസർച്ച് സ്റ്റേജ് തൊട്ടിട്ട് ഇതിൻ്റെ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ, അതുപോലെ ആക്ടിവേഷൻ, അതുപോലെ ഗവൺമെൻറ് ഫണ്ടഡ് സബ്സിഡീസ് അത് കിട്ടാൻ വേണ്ടിയിട്ടെല്ലാം സഹായിച്ചു ഒരുപാട്. ഇത് ഞങ്ങൾ കുറച്ച് ത്രില്ലാണ്. ബിക്കോസ് ഒരു 1.5 വർഷം മുന്നേ ഞങ്ങൾക്ക് ഒരു ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് 9 to 10 months ആയിട്ട് ഇത് സക്സസ്ഫുള്ളി റൺ ചെയ്ത് പോകുന്നുണ്ട്. വി ആർ റിയലി എക്സൈറ്റഡ്. ആൻഡ് ഒരു പ്രത്യേക ഹാപ്പിനെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സംസാരിക്കുന്നുണ്ട് ടുവേർഡ്സ് എൻവയോൺമെൻറ്റ് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഞങ്ങളത് ആക്ച്വലി ചെയ്യുകയാണ്. സോ അതിന് വി ആർ റിയലി ഹാപ്പി. എൻ്റെ പാർട്ട്ണർ ഇവിടെ ഇല്ല എങ്കിലും പാർട്ട്ണറുടെ ഫാദർ ഇവിടെ ഓൾ ഇൻ ഓൾ ആണ് മിസ്റ്റർ രാധാകൃഷ്ണൻ. ഇത് ഞങ്ങളുടെ സ്ഥലം കല്ലേക്കാടാണ്, പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ. ഈ റോഡ് വളരെ ഫേമസ് ആണ്, പാലക്കാട് പൊന്നാനി KSTP റോഡ്. ഈ മെയിൻ റോഡ് തന്നെയാണ്. കല്ലേക്കാട് ആംഡ് റിസർവിൻ്റെ കേരള പോലീസിൻ്റെ ട്രെയിനിങ് സെൻറ്റർ ഉണ്ട്, അതിൻ്റെ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളെ ചാർജിങ് സ്റ്റേഷൻ വരുന്നത്. ഇനി ഞങ്ങൾ ഇവിടെ ഈ ലാൻഡ് ഡെവലപ്പ് ചെയ്യുന്ന തൊട്ടിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. വി ഹാവ് ക്ലോസ്ലി മോണിറ്റർ ചെയ്തിട്ട് ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങൾ രണ്ടാളും. പിന്നെ പാർട്ട്ണർ ദോഹയിലായതുകൊണ്ട് ഇടയ്ക്ക് വരാറുള്ളൂ. ഓൾ ടുഗെദർ ഞങ്ങൾ ഭയങ്കര ത്രില്ലാണ് ഇത് സക്സസ്ഫുള്ളി കൊണ്ടുപോകാൻ പറ്റുന്നതിൽ. ഒരു ഡേ ടു ഡേ ബേസിൽ ഞങ്ങൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സായിട്ട് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇപ്പോൾ നമ്പർ ഓഫ് ചാർജിങ് സ്റ്റേഷൻ കൂടുതലാണെങ്കിലും ബെറ്ററാണ്. അപ്പോൾ ഞങ്ങളുടെ ഓരോ എക്സ്പീരിയൻസും കസ്റ്റമർ ആയിക്കോട്ടെ, സർവീസ് പ്രൊവൈഡർ ആയിക്കോട്ടെ, എല്ലാം പുതിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഓരോ ദിവസവും കിട്ടുന്ന ചാലഞ്ചസ് അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള പ്രൊഫഷൻ എന്ന് പറയുന്നത് ഞാനൊരു ടാക്സ് കൺസൾട്ടൻ്റ് ആണ്. എൻ്റെ പാർട്ട്ണർ ഷിപ്പിംഗ് ലൈനിലാണ്, ലോജിസ്റ്റിക്സിലാണ്. പിന്നെ അങ്കിൾ പ്രൈമർലി ഫാമറാണ്, പക്ഷേ ഗവൺമെൻറ് സർവീസിലായിരുന്നു. പിന്നെ ഇവിടെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. ഞങ്ങളെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് എങ്കിലും ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റി. വി ആർ പാർട്ട് ഓഫ് ദിസ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ബിസിനസ്. ഏത് ആസ്പെക്റ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കത് ഡിഫറെൻ്റ് ആയിട്ട് തോന്നാം. ഒരു പെട്രോൾ സ്റ്റേഷൻ പോലെ ആണെന്നുണ്ടെങ്കിലും ഇവിടെ ആൾക്കാർ ആവശ്യമില്ല, ഏത് കസ്റ്റമർക്ക് ഡയറക്റ്റ്ലി വന്നിട്ട് സ്വന്തമായിട്ട് ചെയ്തിട്ട് പോകാം. എങ്കിലും ഞങ്ങളിവിടെ ഫുൾ ടൈം ആളേനെ വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റേഷൻ മാനേജറുണ്ട്, നിസാം. പിന്നെ ഞങ്ങൾ കോൺടാക്ട് നമ്പർ 24 hours അവൈലബിൾ ആണ്. പ്ലസ് ഞങ്ങളെ സർവീസ് പ്രൊവൈഡർ 24 hours കിട്ടും. ക്യാമറ ആക്സസ് ഉണ്ട്. വി ക്യാൻ മോണിറ്റർ എനി ടൈം. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ എയിം. അത് സക്സസ്ഫുള്ളി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്നുള്ളതിൽ സന്തോഷം. ഗൂഗിൾ റിവ്യൂ സോ ഫാർ 5 star ആണ്. ദാറ്റ്സ് മെയിൻലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ ഞങ്ങൾ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ കൊടുക്കാനാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡേ ടു ഡേ വി ആർ ഇംപ്രൂവിങ്. ഇപ്പോൾ ഒരു കസ്റ്റമർ ലോഞ്ച് ഉണ്ട്. എയർ കണ്ടീഷൻ 24 hours ഓപ്പൺ ആണ്, ആക്സസിബിൾ ആണ് കസ്റ്റമേഴ്സിന്. പിന്നെ 2 വാഷ്റൂംസ് ഉണ്ട്. വി ട്രൈ ടു കീപ് ഇറ്റ് നീറ്റ്.
അതുകൊണ്ട് ഒരു ഫാമിലി വന്നാലും അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അത്യാവശ്യം ഉപയോഗിക്കാൻ ഏത് നേരത്തും ഉപയോഗിക്കാനുള്ള ചായ, കോഫി, അങ്ങനത്തെ ഫെസിലിറ്റീസ്, വെള്ളം, വൃത്തിയുള്ള വെള്ളം കുടിക്കാം, റെസ്റ്റ് എടുക്കാം. അപ്പോൾ ഇത് കേരളത്തിൽ തന്നെ വളരെ കുറച്ചേ ഉള്ളൂ ഞങ്ങൾ അറിയുന്നിടത്തോളം. സോ അത് വൃത്തിയിൽ കൊണ്ടുപോവുക, എന്തെങ്കിലും പുതുമ നിറഞ്ഞ അനുഭവം കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ളൊരു എയിമാണ്. അത് ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. കസ്റ്റമേഴ്സിൻ്റെയും സർവീസ് പ്രൊവൈഡേഴ്സ്, ബാക്കിയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട്. ഞാൻ ഇപ്പോൾ കുറച്ച് പറഞ്ഞു, ഞാൻ അങ്കിളിന് കൊടുക്കുന്നുണ്ട്, അങ്കിളിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ ചുവടുവയ്പ്പാണ്. ഞാൻ ജോലി ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ മാക്സിമം ക്രൂശിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇന്നും. കാരണം നമ്മളെല്ലാവരും അറിയപ്പെടുന്ന KSRTC ആണ്. പിന്നെ പാരമ്പര്യമായിട്ട് ഞങ്ങൾ കൃഷിക്കാരാണ്. റോഡ് സൈഡിൽ ഇങ്ങനെ സ്വന്തമായ സ്ഥലം, അതിലെന്തെങ്കിലും ഒന്ന് ചെയ്ത് നിത്യവരുമാനം ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായി. അത് ഒരു പരിപാടി ആസൂത്രണം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇനിയിപ്പോൾ എനിക്കില്ല. അതായത് പെട്ടെന്ന് ഇന്നത് ചെയ്യും മക്കളെ, അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ നിങ്ങൾക്ക് ഭാവിയിൽ ഇന്നതുണ്ടാവും, അല്ലെങ്കിൽ നന്നാവാൻ ഇന്നതാണ് പ്രോഗ്രാം എന്ന് പറയുന്നതിലുപരി അവർ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന ബിസിനസ്സിൽ ഏതാണ് നന്നായിരിക്കുക അതിന് മാക്സിമം സപ്പോർട്ട് കൊടുത്ത് വളർത്താൻ തന്നെയാണ് ഞാൻ ശ്രമിച്ചത്. ഇത് എൻ്റെ കണ്ടുപിടുത്തമല്ല അത്. ഞാൻ ആദ്യമൊക്കെ മനസ്സുകൊണ്ട് വിഷമിച്ചിരുന്നു. കാരണം ഇത് റോഡ് സൈഡിൽ ഇത്രയും ഒരു പ്ലോട്ട് ഉണ്ടായിട്ട് നല്ലൊരു വരുമാനമുള്ള സ്ഥാപനം വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം സജിയും മോനും കൂടെ മുന്നോട്ട് വെച്ച കാര്യം സ്വല്പം ഒരു കൊല്ലോ 2 കൊല്ലോ കഴിഞ്ഞാലും ഭാവിയിലേക്ക് നല്ല ബെനിഫിറ്റുള്ളൊരു സ്കീമാണ്. അതുകൊണ്ട് അച്ഛൻ്റെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ ചെയ്തോളാമെന്ന് അവർ പറഞ്ഞു. ഞാൻ പിന്നൊന്നും ആലോചിച്ചില്ല. എന്താ വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്തു കൊടുത്തു. എല്ലാ സപ്പോർട്ടും പറഞ്ഞാൽ എല്ലാ സപ്പോർട്ടും, സ്ഥലം, ധനം, ഡോക്യുമെൻറ്റ്സ് അങ്ങനെ എല്ലാം അവർക്ക് കൊണ്ട് എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തു. പരമാവധി സ്പീഡിൽ നമ്മുടെ വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്തു. പിന്നെ ചാർജിങ് സ്റ്റേഷൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു 1-2 മാസമൊക്കെ ചെറിയൊരു പ്രശ്നങ്ങൾ പറഞ്ഞാൽ വരുമാനം ഇല്ലാത്തൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ചാർജിങ് വരാനില്ല. ഇതിൻ്റെ ഓപ്പറേഷനൊക്കെ കൃത്യമായിട്ട് പഠിച്ച് ആൾക്കാർക്കൊന്നും നന്നായിട്ട് പരിചയമില്ലായിരുന്നു. അപ്പം അതിന് ട്രെയിനിങ് എടുത്തിരുന്നു നിങ്ങളുടെ ആൾക്കാർ തന്നെ. അതൊന്ന് പയ്യനെ കൊണ്ടുവന്ന് ട്രെയിനിങ് എടുപ്പിച്ചു. പിന്നെ ഇവർ പോയി പഠിച്ചു. എല്ലാം കൂടെ ഇപ്പോൾ ഏറ്റവും നല്ല നിലയ്ക്ക് പോകുന്നുണ്ട്. മാർച്ച് ഞങ്ങളുടെ ഇതിൻ്റെ വിന്നിങ് ഗോൾ അടിച്ച മാസമാണ് മാർച്ച്. അപ്പോൾ അതുകൊണ്ട് അതൊരു സന്തോഷമുള്ളതാണ്. ഇനിയിപ്പോൾ മഴക്കാലം എങ്ങനെയാണെന്ന് അറിയില്ല, ഫസ്റ്റ് റെയിനി സീസൺ. അപ്പോൾ ഞങ്ങൾ എത്രത്തോളം പിന്നെ സന്തോഷിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുമോ എന്നറിയില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു ദിവസത്തിൽ 6 പ്രാവശ്യം കറണ്ട് പോകും. നമുക്ക് കറണ്ട് അല്ലാതെ വേറെ ഒന്നും ഇതിന് ആശ്രയിക്കാൻ വഴിയില്ല. അതൊരു പ്രശ്നമുണ്ട്. പിന്നെ ഈ തുലാമഴയൊക്കെ കാലത്ത് നല്ല ഇടിയും മിന്നലും വാളും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എല്ലാം കമ്പനിക്കാരുടെയും മിഷനറിയുടെയും ആൾക്കാരുടെയൊക്കെ കയ്യിലാണ് കിടക്കണം കുറേ കാര്യങ്ങൾ. പക്ഷേ ഈ സമയം വരെ ഞങ്ങൾക്ക് അത്യാവശ്യം എന്ത് കാര്യത്തിന് വിളിച്ചാലും പ്രോപ്പറായിട്ട് വന്ന് വേണ്ടതൊക്കെ ചെയ്തു തരികയും അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു സമാധാനത്തിലാണ് ഇപ്പം ഞങ്ങൾ മഴയും കാത്തിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഏതായാലും തിരക്ക് കൂടുക അല്ലെങ്കിൽ വണ്ടികൾ ധാരാളമായിട്ട് വരുന്നെങ്കിൽ ഞങ്ങളൊരു സ്റ്റേഷൻ കൂടി അപ്പുറത്ത് തുടങ്ങാൻ പ്ലാനുണ്ട്. സ്റ്റേഷനല്ല, ഒരു മിഷൻ കൂടി ആഗ്രഹമുണ്ട്. കാരണം അടുത്ത സ്ഥലത്തൊന്നും ഇല്ല. പാലക്കാട് കഴിഞ്ഞാൽ വളരെ ദൂരത്തിലാണ്. ഈ റോഡ് ഇപ്പോൾ ബിസി ആയിട്ടുണ്ട് നല്ലോണം. നമ്മുടെ ഈ വണ്ടികളെ കൊണ്ട് തിരക്കായിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷപ്പെടുന്നതാണ് വിചാരിക്കണം. ഓരോരുത്തരുടെ പെർസെപ്ഷൻ, അവരുടെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ഇതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം. അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് എന്നുള്ള നിലയിൽ പറഞ്ഞാൽ ശരിയാണ്. ഇതൊരു പുതിയ ഐഡിയ ആയതുകൊണ്ട് പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് പ്രോഫിറ്റ് എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടും കൂടുതൽ ആക്ച്വലി ഡിസ്കറേജിങ് ആയിരുന്നു. എക്സെപ്റ്റ് കുറച്ച് ആൾക്കാർ, ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ ഒഴിച്ച്. പിന്നെ EV എന്ന് പറയുന്നത് തന്നെ ഒരു 1-1.5 വർഷം മുന്നേ വളരെ കുറവായിരുന്നു. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ധൈര്യപൂർവ്വം അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കുക. 1-2 ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. മെയിനായിട്ട് ചാർജിങ് സ്റ്റേഷൻസ് ഇല്ല, അതുപോലെ കറണ്ടിൻ്റെ അവൈലബിലിറ്റീനെ കുറിച്ചുള്ള പേടി, അതുപോലെ ഇതിൻ്റെ വില, വാഹനങ്ങളുടെ വില കമ്പയർഡ് ടു പെട്രോൾ വെഹിക്കിൾസ് അല്ലെങ്കിൽ ഐസ് വെഹിക്കിൾസ്. അപ്പോൾ ഇതെല്ലാം ആലോചിച്ചിട്ട് കുറേ ആൾക്കാർ അത് ഡിസ്കറേജ് ചെയ്യല്ല, മോർ ഓഫ് എ വാർണിംഗ്.
അത് ചിലപ്പോൾ ശരിയാവില്ല. ആദ്യത്തെ തന്നെ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് തന്നെയാണ് ഇതിൽ ഇറങ്ങിയിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഇതുവരെ പ്രോഫിറ്റബിൾ ആണ്, ഓപ്പറേറ്റിംഗ് ലെവലിൽ ഞങ്ങൾ പ്രോഫിറ്റബിൾ ആണ്. പക്ഷേ ടേൺ ഓൺ ടൈം ഇപ്പോൾ നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാൻ പൊതുവേ കുറച്ച് സ്ലോ ആയിരിക്കും. 1-2 ഫാക്ടേഴ്സ് ഉണ്ട് അതിനകത്ത്. അത് എല്ലാവർക്കും, ഈ ബിസിനസ്സിലുള്ള എല്ലാവർക്കും അത് അപ്ലിക്കബിൾ ആണ്. പക്ഷേ ഇപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള റെസ്പോൺസ് വെച്ചിട്ട് ഇറ്റ് ഈസ് പോസിറ്റീവ്. വി ആർ ഹാപ്പി കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ ദ സെയിം ടൈം. ദിസ് ഇയർ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതെല്ലാം പോസിറ്റീവാണ്. ഈ പറഞ്ഞ പോലെ എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെയും സപ്പോർട്ടുണ്ട്, ഇൻക്ലൂഡിങ് കൊളംബിയ ലാബ്സ്. അപ്പോൾ സോ ഫാർ ഫീലിംഗ് ഗുഡ്. കാരണം ഈ പറഞ്ഞ പോലെ ഐഡിയേഷൻ തൊട്ടിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആദ്യത്തെ ഒരു വർഷം എന്നുള്ളത് ശരിക്കും ഭയങ്കര ക്രൂഷ്യലാണ് ഏത് ബിസിനസ്സിനാണ്. ആദ്യത്തെ 3 വർഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് ഞാനും. കാരണം ഇതുവരെ എംപ്ലോയി ആയിരുന്നു, ഞാൻ കൺസൾട്ടിങ്ങിലായിരുന്നു, KPMGയിലും ആൻസിനെങ്കിലും വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ബിസിനസ് വെഞ്ചർ തന്നെ കൂടെ ഒരാളുണ്ട് എന്നുള്ള ധൈര്യമുണ്ട് ഓൾവേസ്. എങ്കിലും നമുക്കൊരു പേടിയാണ്. കാരണം ഒരു എംപ്ലോയ്മെൻ്റ് എന്നുള്ള ഒരു റിസ്ക് ഫ്രീ എൻവയോൺമെൻറ്റിൽ നിന്ന് പെട്ടെന്ന് ഒരു റിസ്ക് ഉള്ള ഒരു എൻവയോൺമെൻറ്റിലേക്ക് വരുമ്പോഴുള്ള പേടിയൊക്കെ ഉണ്ടെങ്കിൽ റിയലി പോസിറ്റീവ്, ഫീലിംഗ് ഗുഡ്. എനിക്ക് തോന്നുന്ന ഒരു ഇത്തിരി റിസ്ക് അപ്പറ്റൈറ്റുള്ള ആൾക്കാർ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഡെഫിനറ്റ്ലി ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ഥലത്തിൻ്റെ അവൈലബിലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതുപോലെ KCBയുടെ സപ്പോർട്ട്, ഇതുപോലെ ഒരു നല്ലൊരു സർവീസ് പ്രൊവൈഡർ ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ അത്യാവശ്യം ഇനീഷ്യൽ സ്റ്റേജിലേക്ക് വർക്കിംഗ് ക്യാപിറ്റലിനുള്ള ഫണ്ട് നമ്മൾ തന്നെ കരുതി വയ്ക്കുക. ഇതൊക്കെ ബേസിക്കാണ് ഏത് ബിസിനസ് തുടങ്ങുകയാണെങ്കിലും. പക്ഷേ ഇതിന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പുതിയ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറച്ചും കൂടി കണ്ടുവയ്ക്കണം ആദ്യം തന്നെ. കാരണം നമുക്ക് ഇതിൽ നിന്നുള്ള റവന്യൂ ഇപ്പോഴും സ്റ്റാൻഡേർഡൈസ്ഡ് അല്ല. സോ അതൊന്ന് സ്റ്റാൻഡേർഡൈസ് ആവണ വരെ നമുക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ തീർച്ചയായിട്ടും ഒരു 2 to 3 വർഷത്തിൻ്റെ ഉള്ളിൽ ഇറക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ റിട്ടേൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്രേക്ക് ഇവൻ പോയിൻ്റ് എത്താം എന്നുള്ളതാണ് ഇതുവരെയുള്ള എക്സ്പീരിയൻസ്. ലെറ്റ്സ് ഹോപ്പ് ഇനിയും ഇതേപോലെ തന്നെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഇതിനേക്കാൾ നന്നായിട്ട് കൂടുതൽ കാശ് വരും, കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടും, പെട്ടെന്ന് തന്നെ ഒരു അഡീഷണൽ മെഷീൻ വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. നിങ്ങളിപ്പോഴും നമുക്ക് എൻക്വയറീസ് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളിത് എങ്ങനെ ചെയ്യണു, എത്ര ഇൻവെസ്റ്റ് ചെയ്തു, ഇപ്പോഴത്തെ വരുമാനം ഉണ്ട്, ഞങ്ങൾ അവിടെ ചെയ്താൽ വിജയിക്കുമോ, ഞങ്ങൾക്ക് അവിടെ ഇന്ന സ്ഥലത്ത് സ്ഥലമുണ്ട് നമുക്ക് പറഞ്ഞ് വേണ്ടപ്പെട്ടവരും അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന നിലയ്ക്ക് അറിയപ്പെടുന്ന ആൾക്കാർക്ക് അന്വേഷിക്കാറുണ്ട്. നമ്മൾ കഴിയാവുന്നത്ര അത്ര ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. കാരണം ഇതിപ്പോൾ ഈ സ്റ്റേഷനിൽ ഇവിടെ ഇല്ല, ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ബിസിനസ് നഷ്ടപ്പെടുന്ന ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഞാനീ പെട്രോൾ പമ്പുകളൊക്കെ കൂട്ടിപ്പോകണം. അതുപോലെ തന്നെ അതിൽ കംഫർട്ട്, അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സൗകര്യങ്ങൾ, അതുപോലെ തന്നെ പെരുമാറ്റം, പിന്നെ അത്തരം 100 കാര്യങ്ങളുണ്ട് ഇത് വിജയിക്കേണ്ടതിന് വേണ്ടി. ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ അവിടെ പോയി കിട്ടും. ഇപ്പോൾ 2 വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്, അടുത്തൊരാൾ വന്നു 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ സ്ഥലമില്ല, സമയമില്ല, അങ്ങനെയുള്ളവരുണ്ടാവും. ചില ആൾക്കാർ വന്ന് വണ്ടി ഫില്ല് ചെയ്യാൻ നിൽക്കില്ല. ഒരു 60 to 70 പോയിൻ്റ് അല്ലെങ്കിൽ 50 പോയിൻ്റൊക്കെ ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി അടിച്ചോളാം പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും നമ്മൾ കാണുന്നതാണ്. അത്തരം ആൾക്കാർക്കൊക്കെ നമുക്കെന്താ അതിൽ പ്രശ്നം, നീ 50 ഇവിടെ അടിച്ചില്ല, നീ വേറെ സ്ഥലത്ത് പോയി അടിക്കും. അത്രയാണ് അതിനെ സംബന്ധിച്ച കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് വരുന്നത് നമുക്ക് ചില ചില്ലറ ദോഷങ്ങളുണ്ടെങ്കിലും പക്ഷേ നല്ല തന്നെയാണ്. കാരണം അങ്ങനെയാണ് ഞാൻ മനസ്സിൽ കടപ്പിടിച്ചത്. അതല്ലെങ്കിൽ ഇപ്പോൾ കല്ലേക്കാട് ഒരു സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ പറഞ്ഞാൽ ഈ വഴിക്ക് ആ വണ്ടികളൊന്നും വരാതാവും. പക്ഷേ കുളപ്പുള്ളിയിൽ നിന്ന് അടിച്ചിട്ട് കുളപ്പുള്ളിയിൽ തിരക്കുണ്ട് വിചാരിക്കുക, കല്ലേക്കാട് പോയി അടിക്കുക പറഞ്ഞാൽ അവർ വരും. നമുക്ക് ഇന്ന സ്പോട്ട് എന്ന് അവർക്ക് ഒരു പ്രശ്നമൊന്നുമില്ല. ഹൈ സ്പീഡ് മെഷീൻ ഉണ്ടെങ്കിൽ അത് തിരഞ്ഞു വരും. ഇപ്പം KCBയുടെയാണ് അടുത്തതുള്ളൂ എന്ന് വിചാരിക്കുക, KCBയുടെ അവിടെ പോയി ഏതായാലും കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അടിച്ചിട്ട് പോകാൻ പറഞ്ഞ് കഴിയാത്തത്ര ആൾക്കാർ ഇവിടെ നിന്ന് ഫില്ല് ചെയ്തിട്ട് പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ട സൗകര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞൊക്കെ ഒരുക്കി വെച്ചിട്ട് അത്യാവശ്യം. അതുകൊണ്ട് അങ്ങനെ ചെയ്യുള്ളൂ. പറഞ്ഞ പോലെ പങ്കൾ റൈറ്റ്ഫുള്ളി പറഞ്ഞ പോലെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഒരു ബിസിനസ് നടത്തുക എന്നുള്ളതിൽ. സോ എല്ലാവർക്കും അവരുടെ ചാലഞ്ചസ് ഡിഫറെൻ്റ് ആയിരിക്കാം ഞങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഒരു കമ്പാരിസണോ അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് എന്നുള്ളത് എങ്ങനെ സർവീസ് പ്രൊവൈഡ് ചെയ്യണു, ഹൗ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ആർ, ഹൗ സാറ്റിസ്ഫൈഡ് സർവീസ് പ്രൊവൈഡേഴ്സ് ആർ, അതുപോലെ അതോറിറ്റീസ് എങ്ങനെയാണ് നമ്മളുടെ അടുത്ത് ഹാപ്പിയാണ്, ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കമ്പാരിസൺ പറയാൻ പറ്റും. ബാക്കിയെല്ലാം ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവിൽ ഡിഫറെൻ്റ് ആയിരിക്കും.
ഇതിൽ വിജയകരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മേജർ സപ്പോർട്ട് ഇനി വേണ്ടത് ഗവൺമെൻറ്റിൻ്റെ നിന്നാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ളത്. അപ്പോൾ അതിന് കൊളംബിയ ലാബ്സ് പോലെയുള്ള ഏജൻസീസിന് ഒരുപാട് റോൾ ചെയ്യാൻ പറ്റും, വിച്ച് ദേ ആർ ഡൂയിങ് ആക്ച്വലി. സോ ആ ഒരു സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണം. ഇപ്പോൾ സർവീസ് പ്രൊവൈഡേഴ്സ് ആയാലും ഏജൻസീസ്, നമ്മളെ കൊളംബിയ ലാബ്സ് പോലത്തെ ഏജൻസീസ്, ഇത് ഇംപ്ലിമെൻറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസീസ് ആയാലും ഇവരൊരു ഇൻഡസ്ട്രി എന്നുള്ളതിൽ കോർഡിനേറ്റ് ചെയ്ത് ഒരു യൂണിറ്റ് പോലെ മുന്നോട്ട് പോയാലാണ്. ഞങ്ങളൊരു ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് പ്രൊവൈഡറാണ്, CPP എന്ന് പറയും, ചാർജിങ് സ്റ്റേഷൻ പ്രൊവൈഡർ, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡർ. അപ്പോൾ ഇതെല്ലാം ഒരു ഇൻഡസ്ട്രി പ്ലെയറായിട്ട് ഓർഗനൈസ് ആയിട്ട് വരണം. ബാക്കിയുള്ള ബിസിനസ് പോലെ ഇതിനൊരു പർട്ടിക്കുലർ അസോസിയേഷൻ ഉണ്ടാവാം. ഇത് കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യും, ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഇതുവരെ ഈ ബിസിനസ് നടത്തിക്കൊണ്ടുവന്ന ആൾക്കാരെ ഇൻപുട്ടിൻ്റെ ബേസിൽ കസ്റ്റമർ എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കാൻ പറ്റും. ലൈക്ക് KSEBിയുടെ നിന്ന് കുറച്ചും കൂടി സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സിംലെസ് ആയിട്ട് ചാർജിങ് ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇതൊരു കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആവണം എന്നാണ് ആഗ്രഹം. അതിൽ കൊളംബിയ ലാബ്സിനെ പോലുള്ള ഒരു ഏജൻസിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും, വിച്ച് ദേ ആർ ഡൂയിങ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. So far we are happy with Colombia and we continue to do business with them. ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജിംഗ് സ്റ്റേഷനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ, എന്തെങ്കിലും സംശയങ്ങൾ ദൂരീകരിക്കാൻ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കൊളംബിയ ലൈഫ് പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ട്. താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും, നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാവുന്നതാണ്.